സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് സാറ്റർഡേ ഗൈഡൻസ് ആണ്, അതായത് ജൂൺ 7 എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്നതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ എനർജി എന്താണെന്ന്. ജൂൺ 7 പയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്? താങ്ക് യു. താങ്ക് യു. വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നേക്കുന്നത്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡ്രീംസ് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഗുഡ് ഫോർച്യൂണിൻ്റെ എനർജിയാണ്. മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനായിട്ട്, പ്രായോഗികമായിട്ട് ചിന്തിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. അത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ എനർജി ആയിട്ട്, സക്സസിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ന്യൂസ്, അനൗൺസ്മെൻറ്റ്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അത് നിങ്ങളെ കുറച്ചും കൂടെ കാര്യങ്ങളെ ഉയർന്ന തലത്തിൽ നോക്കിക്കാണാനായിട്ട്, വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ നോക്കിക്കാണാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. എഗെയിൻ ആ ഒരു റിയാലിറ്റിയുടെ എനർജിയാണ്. എന്താണ് സത്യം, എന്താണ് ട്രൂത്ത്, എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്, ആ ഒരു റിയാലിറ്റി, ആ ഒരു സത്യസന്ധമായിട്ടുള്ള എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി ഹീലിംഗ് എനർജി കൊണ്ടുവരുന്നതായിട്ടാണ് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ വിക്ടറിയെക്കുറിച്ച് ആലോചിച്ചിട്ട്, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ഒരു കാര്യം വിജയിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടാകുമോ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് പേർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഫ്ലോ, അബണ്ടൻസ് ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രേരണയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു പ്രഷറിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ എനർജിയിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് സത്യസന്ധമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളോട് ഫസ്റ്റ് ഹോണസ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ശരിക്കും നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഡിസൈർസ് എന്താണ്. കുറച്ച് പേർക്ക് സോൾ പർപ്പസ് ആയിരിക്കും. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട്, കർമ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പ്യൂരിഫിക്കേഷൻ്റെ എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചിന്തകളിലായിരിക്കാം, നിങ്ങളുടെ ആക്ഷൻസിലായിരിക്കാം, പ്രവൃത്തികളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് കൂടുതൽ സമയം, അവിടെ നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. ആ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ എനർജി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടോ. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അതും ഒത്തിരി സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള പരിവർത്തനം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡം, നിങ്ങൾക്കെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടാകാം. അത് നന്നായിട്ട് വിനിയോഗിക്കാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അതും നിങ്ങളെ സഹായിക്കുന്നതാണ്. പല സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ലോസ്, എന്തെങ്കിലും നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസസ്, നിങ്ങളെ ചതിക്കാനായിട്ടുള്ള ചാൻസസ്, അങ്ങനത്തെ എന്തെങ്കിലും എനർജിയിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, നിങ്ങളുടെ ഫ്രീഡം നന്നായിട്ട് യൂസ് ചെയ്യുക, നല്ല നല്ല ചോയ്സസ് എടുക്കുക. അത് നിങ്ങളെ ഒത്തിരി പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ലവ്, റിലേഷൻഷിപ്പ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഒത്തിരി ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, പക്ഷേ അത് എങ്ങനെയാണ് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത്, അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ
പാസ്റ്റ് എഫേർട്സിന് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ്, എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ലഭിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. പല രീതിയിലായിരിക്കാം. കുറച്ച് പേർക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ രൂപത്തിലായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, എന്തെങ്കിലും ഹീലിംഗ് എനർജി വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ടാകാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് ആണ്, ഹീലിംഗ് ആണ്. മെയിനായിട്ട് പ്യൂരിഫിക്കേഷൻ്റെ എനർജിയാണ് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഇത് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള സൈഡായിരിക്കാം, നിങ്ങളുടെ ആർട്സ് ആയിട്ടുള്ള കണക്ഷൻ, പോയട്രി, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രേഷ്യസ് ആയിട്ടുള്ള എനർജി, നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജി, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച്, ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഒരു എന്താ പറയുക, നമ്മൾ രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കുക എന്ന് പറയില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു വ്യക്തത വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ബാലൻസ് വീണ്ടെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ എന്തെങ്കിലും ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം. ഇവിടെയും ഒത്തിരി ക്രിയേഷൻ്റെ എനർജി, ഒത്തിരി ഇൻറ്റ്യൂഷൻ്റെ എനർജി, ഫാസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും അവസരങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. കുറച്ച് പേർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹോം ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്ങും ആകാം. ഒന്നും കൂടെ എടുക്കണോ? ഓക്കെ, ഒരു ബ്ലെസ്സിങ്, ഫൈനൽ ബ്ലെസ്സിങ് കൂടെ എടുക്കാം. കണ്ടോ, 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇവിടെ ഹോം, ഫാമിലി, റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ എനർജി കാണുന്നുണ്ട്. അവിടെ ഒത്തിരി പ്രോസ്പെരിറ്റി, ഒത്തിരി പീസ്, ഒത്തിരി കണ്ടൻറ്റ്മെൻറ്റ്, ഒത്തിരി ആത്മസംതൃപ്തിയുടെ എനർജി നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. ഒത്തിരി ഡിവൈൻ പ്രൊട്ടക്ഷനും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സെലിബ്രേഷൻ ആയിരിക്കാം, ആഘോഷിക്കാനായിട്ടുള്ള നിമിഷങ്ങളായിരിക്കാം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓവറോൾ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. ഒൺലി തിങ്, ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ്റെ എനർജി, ജലസിയുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡം മിസ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ എനർജി എന്താണെന്ന്. ജൂൺ 7 പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. താങ്ക് യു. ഓക്കെ, 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇവിടെ. ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ, മായയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒത്തിരി സ്പിരിച്വൽ എനർജി വരുന്നതായിട്ട്, നിങ്ങളെന്താണോ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ആ ഒരു ഇല്യൂഷൻ മായയിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ഇന്നത്തെ ദിവസം ഒരു എനർജി, പോസിറ്റീവായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള എനർജി, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ ഹെൽപ്ലെസ് ആണ്, ആ ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ആയിരിക്കാം. കുറച്ച് പേർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പേടിയായിരിക്കാം. ഇപ്പോൾ ഒരു പാത്ത് എൻ്റെ മുന്നിൽ ഓപ്പൺ ആയിട്ടുണ്ട്, ഒരു വഴി എൻ്റെ മുന്നിൽ ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ആ ഒരു എൻഡ് റിസൾട്ട് വന്നിട്ട്. അവിടെ കുറച്ച് പേർക്കൊരു ക്ലാരിറ്റി, വ്യക്തതയായിരിക്കാം. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആകാനായിട്ട്, നിങ്ങളുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ടും കുറച്ച് പേര് പഠിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷൻ്റെ ഒരു എൻഡ് ഫേസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഒരു ഫേസിൻ്റെ എൻഡിലോട്ട് വരുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. ശനിയുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അയ്യപ്പൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിൽ കുറച്ച് പേർക്ക് ഒരു സപ്പോർട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ഒരു വിഷ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം.
കുറച്ച് പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജി ആയിരിക്കും കുറച്ച് പേരുടെ ലൈഫിലോട്ട് വരുന്നത്. കുറച്ച് പേർക്ക് കുറേ നാളായിട്ട് തടസ്സപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, കുറച്ച് പേർക്ക് ഇപ്പോൾ ഞാൻ അയ്യപ്പനെ പറഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനത്തെ പ്ലേസസ് വിസിറ്റ് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടാകാം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഷസും കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഓർഗാനിക്കായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. ഓർഗാനിക് വെജിറ്റബിൾസ് ആയിരിക്കാം, ഓർഗാനിക് ഫ്രൂട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ നിങ്ങളുടെ ഹെൽത്തിൽ, ഡയറ്റിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്ന ഒരു എനർജിയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒരു പാത്ത്, ഒരു എനർജി, ഒരു ഹെൽപ്പ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകുന്ന ഒരു ടൈം പീരീഡാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എസ് ലഭിക്കുന്നതും ആകാം. 5 of Pentacles. കുറച്ച് പേർക്ക് ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു വിക്ടിം മൈൻഡ് സെറ്റാണ്. ഞാനൊരു വിക്ടിമാണ്, ഇവിടെ ഞാൻ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളെ ഡിവൈൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു എനർജി കാണാതെ പിന്നെയും ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മണിയെക്കുറിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ പേടിയെക്കുറിച്ചിട്ട് പറയുന്നത്, എനിക്ക് ആരുമില്ല, ആ ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ആയിരിക്കാം. എന്താണോ നിങ്ങൾ യൂണിവേഴ്സിലോട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുന്നത് അതാണ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ടൈമിംഗ് കറക്റ്റ് അല്ലായിരിക്കാം, അതുകൊണ്ടിട്ടായിരിക്കാം ആ ഒരു റിസൾട്ട് സ്ലോ ആകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ നിങ്ങളുടെ എനർജീസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ഫൊർഗീവ്നെസ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷമിക്കാനായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ ഒരു എനർജി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ കമ്പാഷൻ, ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി നിങ്ങൾ ചൂസ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ഡയറക്ഷനിൽ മുന്നോട്ട് പോകുമ്പോൾ കുറേ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പിന്നെയും ഓരോ ബ്ലോക്ക് സൃഷ്ടിക്കുന്നതാണ്. പല എനർജീസ് വരണ സമയത്ത് നമ്മൾ ട്രിഗറായി പോകും. അപ്പോൾ പിന്നെയും നമ്മൾ ഈ ഒരു എനർജിയിലോട്ട് പോകും. അപ്പോൾ അതിന് പകരം നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നതാണ്. അത് നിങ്ങൾ വ്യക്തതയോടുകൂടി, ക്ലാരിറ്റിയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്, ആ ഒരു കർമ്മയെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറേ കൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. ക്ലാരിറ്റി, വ്യക്തതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ, പാഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഹെൽപ്പിൻ്റെ രൂപത്തിൽ, എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വർക്കിനൊരു അപ്രീസിയേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്രാഫ്റ്റിന്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റ്, ഇൻഫർമേഷൻ വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ക്രിയേറ്റീവ് എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. എന്ത് വേണമെങ്കിലും ആകാം, മ്യൂസിക്, ആർട്സ്, പോയട്രി, അതൊക്കെ നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാൻ വേണ്ടിയിട്ട്. ഫൈനലായിട്ടുള്ള നിങ്ങളുടെ ഇന്നത്തെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. എംപ്രസിൻ്റെ എനർജി ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഫസ്റ്റ് തന്നെ ഒത്തിരി ലൈറ്റ്, പ്രകാശത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയിലാണ്, നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് പ്രൊജക്ട്സിൽ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി കടന്നു വരുന്നുണ്ടാകാം. നെക്സ്റ്റ് വന്നിട്ട് ഒത്തിരി അബണ്ടൻസ് ആൻഡ് പ്രോസ്പെറിറ്റിയുടെ എനർജിയാണ്, സമ്പൽ സമൃദ്ധിയുടെ എനർജിയാണ്, അഭിവൃദ്ധിയുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഹാർഡ് വർക്ക് ത്രൂ നിങ്ങൾക്ക് ലഭിച്ച എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കാം. പാസ്റ്റിൽ ചെയ്ത എഫേർട്ടിന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ എന്താണോ മനസ്സ് വയ്ക്കുന്നത്, എന്താണോ ആക്ഷൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്,
നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. കുറച്ച് പേർക്കിത് ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയുടെ സപ്പോർട്ടുമായിരിക്കാം. ഒത്തിരി ക്രിയേഷൻ്റെ എനർജി, ഒത്തിരി യുണീക്കായിട്ടുള്ള പ്രൊജക്ട്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.